കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പെട്ടെന്നുണ്ടെങ്കിൽ അനുപമ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രീവിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ആരാണ് വ്യക്തി എന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ആരാന്നുള്ള രീതിയിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവത്തില്ല. പ്രത്യേക രീതിയിലുണ്ടെങ്കിൽ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് പേര് ഇങ്ങനെ സൊസൈറ്റിയിലുണ്ട്, പക്ഷെ നമുക്കുണ്ടെങ്കിൽ അവരെ കാണുമ്പോഴത്തേക്കുണ്ടെങ്കിൽ മനസ്സിലൊന്നും ആവത്തില്ല. ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ നമ്മളെ മേലിൽ അടിച്ചേൽപ്പിക്കാനും ബെറ്റർ ആയിട്ടുള്ള ഒരു കഴിവ് തന്നെയുണ്ട്. അവരുടെ ക്യാരക്ടർ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലായി വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ വരാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഉള്ള രീതിയിലായിരുന്നു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മെയിനായിട്ടുള്ള കാര്യങ്ങളായിട്ട് അനുഭവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് തൻ്റെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ തന്നെ കൊണ്ട് തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ വെപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കും. ഇപ്പോൾ ഞാനുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഡ്രസ്സ് വന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആ പേഴ്സണിന് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നീ ഭയങ്കരമായിട്ട് സൂട്ടായിട്ടുണ്ട്, എൻ്റെ ഡ്രീം ഗേൾ ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഭയങ്കര വൈറലായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എലിസബത്തും ഉണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ട്. എലിസബത്തിനെ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടം വരെയൊക്കെ പോയിട്ടുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോഴും നടക്കുന്നതെന്നുള്ള രീതിയിൽ. സോ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ എലിസബത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകത ഒരു രോഗം പോലെയാണ്, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് തന്നെ പറയുന്നതാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഗുളിക കഴിച്ചാലും അങ്ങനെയൊന്നും മാറുന്നൊരു കാര്യമില്ല. ചെറുപ്പം തൊട്ടേ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന മാറ്റങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിലുണ്ട് ഈ അച്ഛനും അമ്മയും എപ്പോൾ നോക്കിയാലും അടിയും വഴക്കും ഒക്കെ ആയിരിക്കും. അതിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഉണ്ടായിരിക്കും, ഭയങ്കര നാർസിസിസ്റ്റ് ആയിരിക്കും. സോ ഈ കുട്ടികളുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ പേടിച്ചായിരിക്കും ജീവിക്കുന്നത്. അച്ഛനെ അടിക്കുമോ അല്ലെങ്കിൽ അമ്മേനെ അടിക്കുമോ, എന്തോ ഇനി ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നമുക്ക് കണ്ടാൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് ഒതുങ്ങിയായിരിക്കും ജീവിക്കുന്നത്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഇവരുടെ മെയിനായിട്ട് ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മേലിലുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും അടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് കണക്ക് കുട്ടികളുണ്ടെങ്കിൽ മാർക്ക് കിട്ടി അവർക്ക് നല്ലൊരു സ്കോറുണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളൊരു പേരൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കണ്ടില്ല, നിൻ്റെ ക്ലാസ്സിൽ ആരാ ടോപ്പ്, അവനൊക്കെ ഇത്രയും വാങ്ങിച്ചില്ല, എന്നിട്ട് നീ എന്താ ഇത്രയും വാങ്ങാത്തെന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്താൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ. അതിന് പകരം ഇപ്പോൾ സാധാ രീതിയിലാണെങ്കിൽ ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ബെറ്ററായിട്ട് ഇനിയും ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യം എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷെ അതല്ലാതെ ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്ത് അതിന് പകരം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ നോക്കിയാലുണ്ടെങ്കിൽ അവർ മോശമുള്ള രീതിയിൽ പറയുന്നതായിരിക്കും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരത്. പിന്നെ അവരുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും അവരെ തന്നെ ആയിരിക്കും പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിരിക്കും. നമുക്കുണ്ടെങ്കിൽ ആദ്യമേ ഉണ്ടെങ്കിൽ അവരടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നല്ല ക്യാരക്ടറാണ്, ഭയങ്കര കംഫർട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരെക്കുറിച്ചുള്ള യഥാർത്ഥ സ്വഭാവം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ സെൽഫിഷ് ആയിരിക്കും, അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ, അവർക്ക് എന്തുവാ വേണ്ടതെന്ന് മാത്രമേ അവർ കേൾക്കത്തുള്ളൂ, അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കും. സോ ഇങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഇതുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫോഴ്സ് ചെയ്ത് ആശുപത്രി കൊണ്ടുപോകാനൊന്നും നമുക്ക് കഴിയത്തില്ലെന്നുള്ള രീതിയിലായിരുന്നു എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെയും അതുപോലെ തന്നെ ഈ പേഷ്യൻ്റ് ആയിട്ടുള്ളവരെ സഹകരണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. പിന്നെ ചിലരുണ്ടെങ്കിൽ ഇത് കണക്ക് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാമെന്ന് പറഞ്ഞ് വന്ന് ഡോക്ടറിനെ കാണുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ടെങ്കിൽ അവർ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഡോക്ടറിനെ തന്നെ ഉണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളവരും കൂടാണ് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ്. അവരുണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അവരെ ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനൊന്നും ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമാകും. അതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ തന്നെ ഇതേ കണക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവിടാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അനുഭവം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കണക്ക് തൻ്റെ ജീവിതത്തിൽ ഇതേ കണക്കുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. തന്നെ എപ്പോൾ നോക്കിയാലും ടോർച്ചറാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് കാര്യത്തിനും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. താൻ എന്ത് നല്ല കാര്യം ചെയ്താൽ പോലും ഉണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യത്തില്ല. അതിന് പകരം ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും തന്നെ ഉണ്ടെങ്കിൽ കുറ്റം പറയുന്നതും താൻ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ വർക്കാവുന്നില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് രീതിയിലായിരുന്നു. താനുണ്ടെങ്കിൽ പലവട്ടം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷനൊക്കെ വെളിയിൽ കാണിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സാഡ്നെസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പോലും ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ
തനിക്കെന്തോ ശരിയെന്ന് തോന്നുള്ള ഒരു രീതിയിലായിരുന്നു ആ പേഴ്സൺ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനത്തുള്ള ക്യാരക്ടർ ഉള്ളവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇമോഷൻ ഒരു വേലയും തരത്തില്ല, അവരുടെ സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഈ സാഡായിട്ടിരിക്കുമ്പോൾ പോലും ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ നല്ലോണം ഇരിക്കുന്നത് ഇതെല്ലാം അഭിനയാന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നല്ലോണം മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പം അവരുടെ ഭാഗത്ത് തെറ്റാന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ വിട്ടിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് വേണ്ട, അങ്ങനെയാണ്, ഞാൻ പാവമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ബ്ലെയിമൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വിടാനുള്ള ശ്രമം അവർ നടത്തുന്നതായിരിക്കും. അങ്ങനത്തെ ഉള്ള കുറേ ആൾക്കാർ കാണും. സോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലരുണ്ടെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിലാണോ ഇനി തെറ്റ്, ഇനി എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇതേപോലത്തുള്ള റിലേഷൻഷിപ്പിൽ പോകുന്നവരുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ആകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരുടെ ചോയ്സിനെ തന്നെ അവർക്ക് ഡൗട്ട് ആവുന്ന രീതിയിലായിരിക്കും, ഞാൻ ഇത്ര നാൾ ചെയ്തത് ശരിയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നോ, ഈ പേഴ്സണെ ഉണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിരിക്കും. അതുകൊണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. ആദ്യമേ ഉണ്ടെങ്കിൽ ഇതെല്ലാം സ്നേഹം എന്നുള്ള രീതിയിലായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ സമയം പോകുന്നതിനനുസരിച്ചായിരിക്കും മനസ്സിലാവുന്നത് അവരുടെ യഥാർത്ഥ ഉദ്ദേശം വേറെയാണ്, അവരുണ്ടെങ്കിൽ വേറെ രീതിയിലാണ്, അവരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് കുട്ടികൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ ഇതിനകത്തുള്ളൊരു എൻവയോൺമെൻറ്റ് വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും അങ്ങനത്തുള്ളൊരു ക്യാരക്ടർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ളൊരു പേഴ്സൺ ഉണ്ട്, അതേകണക്കുള്ളൊരു പേഴ്സണെ കണ്ടാൽ വളർത്തുന്നെങ്കിൽ അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബിഹേവിയറിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ എന്തായിരുന്നാലും ശരി, മെയിനായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സറൗണ്ടിങ്സിൻ്റെ കാര്യമാണ്. അവർ ആരുടെ കൂടെയാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ പെരുമാറ്റമാണ് കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ മെയിനായിട്ടുണ്ട്. പിന്നെ ഇത് കാരണം അഫക്റ്റ് ആവുന്നത് മെയിനായിട്ടുണ്ട് ഈ പേഴ്സൺ അല്ല, അവർക്ക് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്ത് പേരൻ്റ് ആയിരിക്കുവാണെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വൈഫിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരിൽ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവർ പറയുന്നതാണ് ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ വളരുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചായിരിക്കും സൊസൈറ്റി ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെങ്കിൽ പേരൻസിൻ്റെ അപ്രൂവൽ വേണമെന്നുള്ള രീതിയിലായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് പോകുന്നത്. എന്ന് വെച്ചുകൊണ്ടെങ്കിൽ സാധാ രീതിയിലുണ്ടെങ്കിൽ ഫാമിലിയിലുണ്ടെങ്കിൽ ഓരോരോ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യണം, ശരിയായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടിക്കുണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെ മേലിൽ പേടി വരുന്നത്. അതിനൊന്നും നാർസിസിസ്റ്റ് സ്വഭാവമില്ല. ഞാൻ പറയുന്നത് ഭയങ്കര എക്സ്ട്രീമായിട്ട് ആ കുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചായിരിക്കും ജീവിക്കുന്നത്. എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു 100 വട്ടമെങ്കിലും ആലോചിക്കും, അവർക്ക് ശരിയാവും, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെന്നെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ അടിക്കുമോ എന്നുള്ള രീതിയിലുള്ളൊരു മെൻറ്റാലിറ്റി ഒരു കുട്ടിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ളൊരു ക്യാരക്ടറിലൂടെ ആയിരിക്കും പോകുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തില്ല. മാക്സിമം ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ മെയിനായിട്ടുണ്ടെങ്കിൽ അവരതിന് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് ആശുപത്രി പോകുന്നത്, ഡോക്ടറിനെ കാണാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനേ പറ്റത്തില്ല. രണ്ടുപേരുടെ ഈ ഡോക്ടറിൻ്റെയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സൈഡിൽ കൂടെ മാത്രമേ ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്ക് ആവത്തില്ല. ഇങ്ങനത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ സൊസൈറ്റി ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. കാരണം അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ടെന്ന് നമുക്കും അറിയാം. സോ അങ്ങനത്തെ ഉള്ളവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ മാറി നടക്കുക, അല്ലെങ്കിൽ അവരോട് മാക്സിമം ഉണ്ട് റിലേഷൻഷിപ്പിന് പോകാതിരിക്കുക. സോ ചിലരുണ്ടെങ്കിൽ ഒരു വിചാരം കാണും, ഞാനുണ്ടെങ്കിൽ ആ പേഴ്സണെ മാറ്റിയെടുക്കും, ബെറ്റർ പേഴ്സൺ ആക്കും എന്നുള്ള വിചാരത്തിൽ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമല്ല. ചില സമയങ്ങളിൽ ഡോക്ടേഴ്സിനെ കൊണ്ടുപോലും കഴിയാത്ത കാര്യമാണ്. നിങ്ങൾ വന്നിട്ട് ചിലരുടെ വിചാരം ഉണ്ടെങ്കിൽ ലവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറും, നല്ല രീതിയിലാവും എന്നുള്ള വിചാരത്തിലായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് നാശത്തിലാവുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ആ സമയമാകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതവും തെളിച്ച് ബാക്കിയുള്ളവരുടെ ജീവിതം തെളിക്കാനുള്ള ഒരു സാധ്യതയാണ് വളരെയധികം കൂടുതൽ. അതിപ്പോൾ അവരുടെ ജീവിതം പോകുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം, പക്ഷേ അതൊരു കുട്ടിയും കൂടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടിയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രോമയിലായിരിക്കും ആ കുട്ടിയുടെ ഈ ജീവിതകാലം അവസാനം മുഴുവനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂകളായിരുന്നാലും അത് നമുക്കൊരു ട്രോമയായിട്ട് മാറുന്നതായിരിക്കും, അത് നമ്മൾ മരിക്കുന്നവരെ കൊണ്ടുപോകുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ ഉള്ളൊരു എൻവയോൺമെൻറ്റിൽ വളരുന്ന കുട്ടി ഉണ്ടെങ്കിൽ ആ ട്രോമ വളരെ അധികമായിരിക്കും. സൊസൈറ്റിയിലുണ്ടെങ്കിൽ നേരെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത്.